ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എ.ജിയുടെ നിയമോപദേശം എന്ന് പറയുന്നത്, ഇത് എൻ.എസ്.എസിന് മാത്രമായിട്ട് ലഭിച്ച വിധിയായതുകൊണ്ട് മറ്റ് മാനേജ്മെൻറ്റുകൾക്ക് നൽകിയില്ലെങ്കിലും കോടതി അലക്ഷ്യമില്ല എന്നുള്ളതാണ്. അത് തീരുമാനിക്കേണ്ടത് ഹൈക്കോടതിയാണ്. കാരണം ഹൈക്കോടതി ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റിന്. അത് ഗവൺമെൻറ് പാലിച്ചോ ഇല്ലയോ, അതിൽ കോടതി അലക്ഷ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കോടതിയാണ്. അത് ഈ ദിവസങ്ങളിൽ ഹൈക്കോടതി എന്തെങ്കിലും ഒരു നിലപാട് പറയും എന്ന് വിശ്വസിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞിരിക്കുന്നത് കോടതി ഇവർക്ക് കൊടുത്തില്ലെങ്കിലും കോടതി അലക്ഷ്യമാകത്തില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം കൊടുക്കരുതെന്നല്ലല്ലോ. കാരണം ഒരു മാനേജ്മെൻറ്റിനായിട്ട് സുപ്രീം കോടതി നൽകിയ വിധി അനുസരിച്ച് അവർക്ക് കൊടുക്കാം, ആ അധ്യാപകരെ നിയമിക്കാം. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ ഒഴിച്ചിട്ടാൽ മാത്രം മതി, മറ്റുള്ളവരുടെ നിയമനം അംഗീകരിക്കാമെന്നായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത്. അത് മറ്റു ഏജൻസികൾക്കും ബാധകമാക്കാവുന്നതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ആ മാനേജ്മെൻറ്റിന് നൽകിയ അതേ രീതിയിൽ ബാക്കി മാനേജ്മെൻറ്റുകൾക്കും ഇത് നൽകാവുന്നതേ ഉള്ളൂ. അപ്പോൾ എ.ജി പറഞ്ഞു മറ്റു മാനേജ്മെൻറ്റുകൾക്ക് കൊടുത്തില്ലെങ്കിലും കോടതി അലക്ഷ്യമാകത്തില്ല. കോടതി അലക്ഷ്യമാണോ അല്ലയോ ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം 17,000 അധ്യാപകരുടെ ജീവിത പ്രശ്നമാണ്, അവരുടെ കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാണ്. അവർക്ക് സ്ഥിരപ്പെടുത്തുന്നത് കൊണ്ട് സ്ഥിരപ്പെടുത്തിയാലും കോടതി അലക്ഷ്യമൊന്നും ആകത്തില്ല. അപ്പം നിയമോപദേശം മാനേജ്മെൻറ്റുകൾക്ക് എതിരാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്ര സ്വീകാര്യമല്ല.